സാറേ, ഈ മാസം എത്ര ക്രിമിനൽ കേസുകളുണ്ടെന്നും എത്ര അഡ്ജുഡിക്കേഷൻ കേസുകളുണ്ടെന്നും ചോദിച്ചിട്ട് AC മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് സൈൻ ചെയ്താൽ എത്രയും പെട്ടെന്ന് അയക്കാം. എടോ, ഒരു 100 കൂട്ടം കാര്യങ്ങളുണ്ട് ഇവിടെ. താൻ അത് കൊണ്ടുപോയിട്ട് പിന്നെ കൊണ്ടുപോകാത്. അല്ല, അപ്പോൾ റിപ്ലൈ ഇപ്പൊ കൊടുക്കണ്ട. അത് ഓർഡർ പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാം ആദ്യം. അത് കഴിഞ്ഞിട്ട് മതി. അത് കൊണ്ടുപോകാത്. ശരി. എടോ, ഫയൽ എടുത്തോണ്ട് വന്നേ. പിന്നെ ഇങ്ങനെ ഓടിക്കൊണ്ട് വരണ്ട. ഞാൻ വിളിക്കാൻ വേണമെങ്കിൽ അപ്പൊ വന്നാ മതി. ആ പൊക്കോ. എന്താ അറിയില്ല, വെറുതെ ദേഷ്യപ്പെടുക. ഞാൻ AC-ക്ക് അയക്കാനുള്ള ആ ഫയലൊന്ന് ഒപ്പിടിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണേ. സാധാരണ അങ്ങനെ ദേഷ്യപ്പെടാറില്ല. ഞാനൊന്ന് കണ്ടിട്ടേയില്ല ദേഷ്യപ്പെടുന്ന ഇതുവരെ. എന്താണിത്? ആ ത്രൈമാസ റിപ്പോർട്ട് എന്തായി? തന്നോട് ഞാൻ പറഞ്ഞല്ലോ അർജന്റാണ്. ഞാൻ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു സാർ. ഏത് മേശപ്പുറത്ത്? സാറിന്റെ മേശപ്പുറത്ത്. ഇത് മേശപ്പുറത്ത് വെച്ചിട്ട് എന്താ കാര്യം? ഞാൻ അറിയണ്ട ഇത്. ഞാൻ എടുത്തിട്ട് വരാം. വേണ്ട വേണ്ട വേണ്ട. ഉണ്ണി സാറേ, ആ ത്രൈമാസ റിപ്പോർട്ട് ഒന്ന് എടുത്തിട്ട് വാ. ഒരു കാര്യം ചെയ്യുമ്പോൾ അത് വൃത്തിക്ക് ചെയ്യാൻ പഠിക്കാതെ വെറുതെ ജോലിക്കാന്നും പറഞ്ഞ് പാന്റ് ഷർട്ടിട്ട് ഇറങ്ങിയിട്ട് കാര്യമില്ല. എന്തുകൊണ്ട് ഈ വിശേഷങ്ങളൊക്കെ? നല്ല തന്നെ. പരിശോധിച്ച സ്ഥാപനങ്ങൾ 32, ലൈസൻസ്ഡ് സ്ഥാപനങ്ങൾ 21, രജിസ്റ്റേർഡ് സ്ഥാപനങ്ങൾ 11, ഫൈൻ ഈടാക്കിയത് 4,05,305. ഇത് എന്തൊക്കെയാണോ ഈ എഴുതി വെച്ചിട്ടുള്ളത്? ഒരു സംഭവം ചെയ്യുമ്പോൾ അത് വൃത്തിയിൽ ചെയ്തുകൂടെ? സാറേ, ഞാൻ രജിസ്റ്റർ നോക്കി കഴിഞ്ഞ 3 മാസത്തെ ഡേറ്റ് കൺസോളിഡേറ്റ് ചെയ്ത് എഴുതിയതാണ്. തെറ്റാൻ വഴിയില്ല സാറേ. ആര് പറഞ്ഞു തെറ്റാൻ വഴിയില്ലാന്ന്? നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോ ഈ കയ്യിലടിച്ചിട്ട് നിൽക്കണം. എന്താണത്? ഇല്ല, ഈ മുളക് ഇടിച്ച വരും ഒരേപോലത്തെ സ്വഭാവമാണ്. മണ്ടോ, ഇത് ഈ ത്രൈമാസ റിപ്പോർട്ട് ഒന്ന് കൃത്യമായിട്ടേ ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കുക കേട്ടാ. വേണ്ട, അത് മായത്ത് എഴുതി വെക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയിരിക്കും. 10-12 വർഷമായിട്ടോ ഈ ജോലി ചെയ്യാൻ തുടങ്ങി. എന്റെ വകതിരിവാണ്. സാറില്ല സാറേ. എന്തിനാ ഞാൻ നിന്റെ അടുത്തേക്ക് വരുന്നത്? നീ സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയതല്ലേ നീ? നീ സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങി പോയി കഴിഞ്ഞാൽ നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വരിക. നിനക്കൊരു ധാരണ ഉണ്ട്. നീ പോയി കഴിഞ്ഞാൽ സുഖത്തെ തളരുന്ന്, പട്ടിണി കിടന്ന് ചാവുന്ന്. എടി, കാശ് കൊടുത്ത ഹോട്ടലിൽ നിന്ന് കിട്ടിയ നല്ല ഭക്ഷണം 5-6 ദിവസമായിട്ട് ഞാൻ അതാ തിന്നോണ്ടിരിക്കുന്നത്. എന്ത് വക്കീൽ നിന്റെ ഞാൻ നല്ല ചൂടിലാട്ടോ നോക്കര്. ഇപ്പൊ ഭാര്യയായിട്ട് ഉടക്കിലാണല്ല, അതിന്റെ കലിപ്പാണത്. അല്ല, ഓളെങ്ങനെ പോവാണ്ടിരിക്കും? ഇങ്ങനത്തെ ഒരാളെ എങ്ങനെ പൊറപ്പിക്കും? ഇപ്പൊ അതിന്റെ അകത്ത് കിടന്ന് തെറിയായിരിക്കുള്ളൂ. നാളെ കിടന്ന് പറയട്ടെ. ഇങ്ങോട്ട് കേൾക്കാതിരിക്കാനാ ഡിവോഴ്സ് നീ ഏത് വക്കീലിനാച്ചാ കണ്ടടി? ഞാൻ ഒപ്പിട്ട് തരാന്ന്. എന്നെ വേണ്ടത്തോരെ എനിക്ക് വേണ്ട, ഞാൻ ഒപ്പിട്ട് തരാം. എന്താണോ വർക്കിലാണ്? ത്രൈമാസ പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ റെഡി ആയോ?
സാർ അത് എല്ലായിടത്തും കിട്ടി നമ്മളെ ശീതള സാറിന്റെ ഓഫീസിൽ മാത്രം ഇപ്പം എത്തിയുള്ളൂ. എന്ത് അത് വേ ശരിയാക്കൊക്കെ. സാറേ ഞാനത് നോക്കി, അതിൽ കറപ്ഷൻ ഉണ്ട്, അത് കറക്റ്റ് അല്ല റിപ്പോർട്ട്. ഇയാളെ കണ്ണും ചീമ്പിട്ട് റെഡിയാക്കിയാൽ അങ്ങോട്ട് ഒപ്പിട്ട് വിടുക. അത് അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ. അയാൾക്കെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് തയ്യാറാക്കണം. വേറെ തയ്യാറാക്ക്. ഞാൻ അയാളൊന്ന് വിളിക്കട്ടെ. അത് വേണം സാർ. എന്തൊരു കഷ്ടമാണ് ഈ ചെറിയ കാര്യത്തിനൊക്കെ കാരണം കാണിക്കൽ നോട്ടീസ് അടിക്കാന്ന് പറഞ്ഞാൽ. എന്ത് തോന്നിയാസാണോ കാണിക്കണേ? ഉത്തരവാദിത്തം വേണ്ടേ? ആരെങ്കിലും തയ്യാറാക്കി തന്ന റിപ്പോർട്ട് വായിച്ചു നോക്കാതെ ഒപ്പിട്ടിട്ടാണ് അയക്കുന്നത്. അല്ല സാർ, ഞാൻ ചെക്ക് ചെയ്ത് ഞാൻ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഒന്നും പറയണ്ട. തനിക്കെതിരെയുള്ള കാരണം കാണിക്കൽ നോട്ടീസ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. എത്രയും പെട്ടെന്ന് വന്ന് കൈപ്പറ്റേ. അയ്യോ സാറേ, ഞാനിപ്പോ വരാം സാറേ. സാറേ ഞാൻ ഇപ്പോ വരാം. എല്ലാം കണക്കാ. ഓ എടി നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല എന്നെ വിളിക്കണ്ടെന്ന്. ഹലോ, മണ്ടു, അതെ നമ്മുടെ ആ ക്വാർട്ടർലി റിപ്പോർട്ട് നമ്മുടെ സത്യശീലൻ തയ്യാറാക്കിയ റിപ്പോർട്ട് ഉണ്ടല്ലോ, അത് ആ ബാസ്ക്കറ്റിലിട്ടുണ്ടായിരുന്നു. അതൊന്ന് കിട്ടാൻ വഴിയുണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. എന്തേ സാറ് ഭക്ഷണം കഴിക്കാനല്ലേ? ഓ ഭക്ഷണമൊന്നും വേണ്ട മോനെ, ആ. വള്ളം നിറഞ്ഞു. ഈ പോയതിനു ശേഷം 3 പ്രാവശ്യം ഇവിടെ വന്ന് എന്നെ ചീത്തറിഞ്ഞ് പോയിക്കണോ? നമ്മള് പട്ടിണി നിന്നിട്ട് എന്താ സാറേ? അയാളുടെ സ്വഭാവം അതാണ്. സാറ് പോയി ഭക്ഷണം കഴിച്ചിട്ട് വാ, ചെല്ലി. വേണ്ട ഭക്ഷണം വേണ്ട, ഞാൻ ഇത് തീർക്കട്ടെ. പിന്നെ ആ. ഇന്നും കൂടി ഞാനുള്ളൂ. നാളെ മുതൽ 1 മാസത്തേക്ക് ഞാൻ ലീവാക്കുക. എന്തിന്? പറ്റുന്നില്ലെങ്കിൽ എന്നെ മൂപ്പരെ ഡൈവേഴ്സ് കഴിഞ്ഞിട്ടേ ഞാൻ വരുന്നുള്ളൂ. അപ്പോഴേ ഈ ഓഫീസിൽ ഒരു ശാന്തി സമാധാനം ഉണ്ടാവുള്ളൂ. ഇയാളെങ്കിൽ വെള്ളം അടിച്ചിട്ടാണ് പറഞ്ഞത്. വെള്ളമൊന്നുമില്ല, ദേഷ്യം തന്നെയാണ്. സാറ് അയാളോട് വഴക്കിട്ട് ഭക്ഷണം കഴിക്കാണ്ടിരിക്കണ്ട. ശരി സാറേ, എന്താ സത്യത്തില് ആകെ അടങ്ങറായി നിൽക്കണം. ഞാനൊരു ചെറിയൊരു ക്ലറിക്കൽ മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു സംഭവത്തിന് ഈ ഒരു സംഗതിക്കൊന്നും ഇങ്ങനെ ഒരു വിഷയമൊന്നും ഉണ്ടാവാറില്ലല്ലോ. സംഭവം നിസ്സാരമാണ്. പക്ഷെ എന്താ അറിയോ, മൂപ്പര് ഭാര്യനായിട്ട് ഭയങ്കര ഉടക്കില്ല, ഡൈവേഴ്സിന്റെ പക്കത്തില്ല. അപ്പൊ അതിന്റെ പേരിൽ ഇപ്പൊ ഞങ്ങൾക്ക് ഫയർ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. ഒരു കാര്യമില്ലാണ്ട് ഞങ്ങളെ വന്ന് ചീത്തറിയാം. അപ്പൊ പിന്നെ ഞങ്ങളോട് ദേഷ്യം ഇത്രയും കിലോട് തീർക്കുമല്ലോ. അല്ല, ഇത് വിഷയം എന്താ വെച്ചാൽ എനിക്ക് പ്രമോഷന്റെ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായാൽ അത് പ്രമോഷനെ ബാധിക്കില്ലേ? ഉറപ്പല്ലേ? അതാണ് ഇപ്പൊ നിങ്ങളെ കറം കാണിക്കൽ നോട്ടീസ് അങ്ങോട്ട് കൊടുത്തിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ അയ്യോ, അപ്പൊ അത് കാര്യമായിട്ട് പറഞ്ഞല്ലേ സാർ? പിന്നെ തമാശ ചേച്ചി നിങ്ങള് ചെല്ലി. ഇപ്പൊ എന്താ മൂഡ്? എടി എന്തെങ്കിലും പറയാണ്ടെങ്കിൽ നേരിട്ട് വന്ന് പറയണം. അച്ഛനെ വിട്ടിട്ട് കോംപ്രമൈസിന് നിന്നാലൊന്നും ഞാൻ വഴില്ല. അത് അച്ഛനെ വിട്ട് കഴിഞ്ഞാൽ ഞാൻ അവിടെ വീട്ടിൽ വന്നിട്ട് നിന്റെ കാല് അടിയും പിടിച്ചിട്ട് നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതായിരുന്നു. നീ സ്വന്തം ഇഷ്ടത്തിന് പോയതല്ലേ നീ? എനിക്കിനി അങ്ങനെ വേണ്ട. ഞാൻ എല്ലാം ആലോചിച്ചു. ഡൈവേഴ്സ്. നീ ഏത് വക്കീലിനാച്ചാ കണ്ടിട്ട് ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഒപ്പിട്ട് തരാന്ന്. പിന്നെന്താ, ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഒപ്പിട്ട് തരാന്ന് ഞാൻ പറഞ്ഞാണല്ലോ. നീ അച്ഛനല്ല അമ്മയല്ല ആരെ കൊടുത്തിട്ട് എനിക്ക് കാര്യമില്ല കേട്ടാ. നീ ഒന്നും പറയണ്ടെന്ന്. ഞാൻ ചില തീരുമാനിച്ചതാ. എന്തേ മെമോ ഇല്ല? പോ സാറിഞ്ഞ് മെമോന്റെ ആവശ്യം. പോടന്ന്. എന്തേ? ഞാൻ തീരുമാനിച്ചതാണ്. ഇനി എന്നെ വിളിക്കരുത്. എന്നെ വിളിച്ച് ശല്യം ചെയ്യരുത്. നിന്റെ അടുത്താണ് കളി. ഇത് ശരിയാണല്ലോ. മറിമായം